ഇന്ന് മാനന്തവാടിയിൽ വിവിധ പരിപാടികൾ നടക്കുന്നു. ഒപ്പം ഇന്ന് രാധയുടെ സംസ്കാരമാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇംതിയാസ്? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലി എന്ന പ്രദേശത്താണ്. നമുക്കറിയാം, ഇന്നലെ കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ മൃതദേഹം ഇപ്പോൾ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 8 മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും 11 മണിയോടെ ഇവിടെ എത്തിച്ച് അവരുടെ സംസ്കാരം ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്യും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ദൗത്യം, അതായത് കടുവയെ, നരഭോജിയായ കടുവയെ പിടികൂടുക എന്നുള്ള ദൗത്യം തന്നെയാണ് ഇന്നത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇന്നലെ തന്നെ കൂടെല്ലാം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRTയും എല്ലാം ചേർന്ന് അതെല്ലാം സജ്ജീകരിച്ചിട്ടുമുണ്ട്. ഇന്ന് കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇന്നലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്നലെ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതായത് കടുവയെ തിരിച്ചറിയുക, ഏത് കടുവയാണ് ആക്രമിച്ചത് ആ കടുവയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷം കൂടുവെച്ച് കടുവയെ പിടിക്കാനായിരിക്കും ആദ്യഘട്ടത്തിൽ എല്ലാം ശ്രമിക്കുന്നത്. അതിനുശേഷം ഒന്നും സാധിച്ചില്ലെങ്കിൽ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ്. അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ വെടിവെച്ച് കൊല്ലുക എന്ന രൂപത്തിൽ തന്നെയാണ് നിലവിലെ ഉത്തരവ് പ്രകാരം കാര്യങ്ങളെല്ലാം ഉള്ളത്. അതേസമയം ഇന്നലെ തന്നെ നമ്മൾ ഈ മാനന്തവാടിയിലും അതുപോലെ തന്നെ പഞ്ചാരക്കുടിയിലുമെല്ലാം ജനരോഷവും വലിയ പ്രതിഷേധവും ഒക്കെ. അല്പസമയത്തിനകം തന്നെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘം ഇങ്ങോട്ടേക്ക് എത്തും. ഇന്നലെ തൃശ്ശൂരിൽ നിന്നും അദ്ദേഹം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടതുമാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. വെറ്റിനറി സംഘവും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് മാനന്തവാടി നഗരസഭയിൽ UDFന്റെ നേതൃത്വത്തിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെ കണ്ട ജനരോഷം പോലെ തന്നെ വലിയ പ്രതിഷേധവും ജനങ്ങൾക്ക് ഭീതിയും ആശങ്കയും ഒക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ പഞ്ചാരക്കൊല്ലിയുടെ ഭൂപ്രകൃതി, മാനന്തവാടിയുടെ ഭൂപ്രകൃതി എല്ലാം അനുസരിച്ച് ഏതൊക്കെ തരത്തിൽ കടുവയെ പിടികൂടാനുള്ള നിരീക്ഷണങ്ങൾ, പ്രത്യേക ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്, ഡ്രോൺ ക്യാമറകൾ. ആ ക്യാമറകളിലെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കടുവയെ തിരിച്ചറിയുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുക. നേരത്തെ കഴിഞ്ഞൊരാഴ്ച കടുവ ഇറങ്ങിയ സമയത്ത് അത് കുറച്ച് പ്രായമായതും അതുപോലെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള കടുവയാണെന്നൊക്കെ നേരത്തെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവശത അനുഭവിക്കുന്നതോ ആ രൂപത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഈ കടുവക്കുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അതൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ബാക്കി നടപടികളിലേക്കൊക്കെ ഒരുപക്ഷെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുക. എന്തായാലും കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദൗത്യം എന്ന് പറയുന്നത്. കാരണം ജനങ്ങളെല്ലാം തന്നെ അത്രയും ഭീതിയിലാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ ചേരുന്നുണ്ട് കമൽ. ഇപ്പോഴുള്ളത് ആശുപത്രി മോർച്ചറിക്ക് അടുത്താണ് എന്ന് മനസ്സിലാക്കുന്നു. കമൽ, രാധയുടെ മൃതദേഹം എപ്പോഴാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? സംസ്കാര ചടങ്ങുകളുമായി എപ്പോഴാണ് മറ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? അവിടെ ആരെങ്കിലും ഉണ്ടോ? മോത്തി, ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരുന്നു. ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലാണ് മൃതദേഹമുള്ളത്. നിലവിൽ ബന്ധുക്കൾ ഇങ്ങോട്ട് എത്തിയതായി കാണുന്നില്ല. പോലീസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്താണെങ്കിലും 8 മണിയോടെ മൃതദേഹം വിട്ടുകൊടുക്കും ബന്ധുക്കൾക്ക്. അതിനുശേഷം പഞ്ചാരക്കൊല്ലിക്ക് അടുത്ത് തന്നെയുള്ള അവരുടെ വീട്ടിലെത്തിക്കും. അവിടെ നിന്നാകും സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടക്കുക. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള അംഗമാണ് രാധ. ക്രിക്കറ്റ് താരം മിന്നുമണിയുടെയൊക്കെ അടുത്ത ബന്ധുവാണ്. അവിടെ അവർക്ക് സമുദായത്തിൻ്റെ ശ്മശാനത്തിലായിരിക്കും ചടങ്ങുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതുകൊണ്ട് ഇന്ന് മറ്റ് കാര്യങ്ങളൊന്നുമില്ല. മൃതദേഹം വിട്ടുകൊടുക്കുക എന്നത് മാത്രമാണ്. മാനന്തവാടി നഗരത്തിൽ ഹർത്താലാണ്. നഗരസഭയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ മൃതദേഹം 8 മണിയോടെ തന്നെ കൊണ്ടുപോകും. ഇന്ന് എന്തെങ്കിലും രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകാം. മറ്റൊരു രീതിയിലുള്ള ഏതെങ്കിലും പ്രതിഷേധത്തിന് ഇന്ന് സാധ്യതയില്ല. എന്തായാലും 8 മണിയോടെ തന്നെ മൃതദേഹം വിട്ടുകൊടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടോ കമൽ? മോത്തി, നിലവിൽ ആരും എത്തിയതായി കാണുന്നില്ല. പോലീസിൻ്റെ കാവൽ മാത്രമാണ് ഇവിടെ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ അവർ എത്തി മൃതദേഹം ഏറ്റുവാങ്ങും എന്നാണ് കരുതുന്നത്.
ശരി കമൽ. ഇംതിയാസ് തുടരുന്നുണ്ട് ഇപ്പോഴും. ഇംതിയാസ്, ഇന്ന് ചില മേഖലകളിലൊക്കെ നിരോധനാജ്ഞ തുടരുന്നുണ്ട്. പൊതുജനങ്ങളൊക്കെ പുറത്തിറങ്ങാതെ വളരെ ജാഗ്രതയോടെയാണ് ആ സ്ഥലങ്ങളിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. മോദി, തീർച്ചയായിട്ടും ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ട് പഞ്ചാരക്കൊല്ലി അടക്കമുള്ള ചില ഭാഗങ്ങളിൽ ഇന്നലെ തന്നെ നിരോധനാജ്ഞ ഇന്നലെ വൈകിട്ടോടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം ഈ ഭീതിയും അതുപോലെ തന്നെ കടുവയുടെ ഒരു സാന്നിധ്യമൊക്കെ ഉണ്ട് എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം ആ രീതിയിൽ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശവും നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ചില ഇതിൻ്റെ മാനന്തവാടിയുടെ കുറച്ച് അപ്പുറത്തായിട്ട് ഇന്ന് കടുവയെ കണ്ടതായിട്ട് ചില നാട്ടുകാരെല്ലാം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കടുവയെ കണ്ടതായി പറയുന്ന ഒരു സാഹചര്യത്തിൽ ഭീതി കൂടുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതുമാത്രവുമല്ല, കടുവയെ കാണുന്നു, കടുവ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ ആ മേഖലകളിലേക്കൊക്കെ പരിശോധന കൂടുതൽ ശക്തമാക്കി ഡ്രോൺ ക്യാമറകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ മേഖലകളിലടക്കം പരിശോധന നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുക, ആ രൂപത്തിലൊക്കെയുള്ള സജ്ജീകരണങ്ങൾ ഒരു പക്ഷേ അതുകൊണ്ട് സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഒരു കൃത്യമായ ഇടപെടൽ, ഒരു കൃത്യമായ ഏകീകരണം ഇന്നലെ തന്നെ ആരംഭിച്ചതുമാണ്. ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിക്കുകയോ അതല്ലെങ്കിൽ സാന്നിധ്യമുണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ, സാന്നിധ്യമുണ്ട് എന്ന് അറിയുന്ന സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിക്കുക എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ആദ്യഘട്ട പ്രാരംഭമായിട്ട് ഇതിൽ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള, അതായത് കടുവ എത്താൻ വേണ്ടിയിട്ട്, കടുവയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇരകളെ വെച്ചിട്ടൊക്കെയാണ് ഇത്തരത്തിൽ കൂട് സ്ഥാപിക്കുന്നത്. അത് പ്രകാരമാണ് ഇങ്ങോട്ടേക്ക് കടുവ എത്തുമെന്ന് ഇവർ അനുമാനിക്കുന്നതും. ആ മേഖല എങ്ങനെയാണ് അത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. മോത്തി, നമ്മൾ ഈ കാണുന്ന ത്തേക്കുള്ള ഒരു ഭാഗം തന്നെയാണ്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊക്കെയുള്ളത് കാപ്പിത്തോട്ടങ്ങളുമാണ്. ഇന്നലെ ഈ രാധ എന്ന് പറയുന്ന 47 വയസ്സുള്ള ഈ സ്ത്രീ സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിലേക്ക് കാപ്പി പറിക്കാൻ വേണ്ടിയിട്ട് എത്തിയതുമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ കടുവയുടെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. ഇതിൽ പലരും പറയുന്ന ഒരു കാര്യം കാടിനുള്ളിൽ വെച്ചല്ല, അതായത് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത് കാടിനുള്ളിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ കടുവയുടെ ഒരു ആക്രമണം ഉണ്ടായത് എന്നാണ്. പക്ഷേ ഇത്തരത്തിൽ നാട്ടുകാർ പറയുന്നത് അക്കാടിൽ വെച്ചല്ല, പുറത്തു വെച്ചിട്ടാണ്. അതായത് ഇലക്ട്രിക് ഫെൻസിങ്, അതായത് വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിന്റെ വെളിയിൽ വെച്ചിട്ടാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ള ഒരു കാര്യവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ രാധ എന്ന് പറയുന്ന ഈ കൊല്ലപ്പെട്ട സ്ത്രീ ഒരു പക്ഷേ ഈ കാപ്പി പറിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും അവിടെ തന്നെ നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. ഒരു പക്ഷെ അതുകൊണ്ട് ആ സമയത്തായിരിക്കാം കടുവയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യം. കാരണം ഈ നാട്ടുകാർ പറയുന്നത് ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്തൊക്കെ വസിക്കുന്നവർ, ഇവിടെയുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഒരു പക്ഷേ അറിയുന്നത് കൊണ്ടുമാവാം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്തായാലും ഇന്നലെ തണ്ടർബോൾട്ട് സംഘം അവരുടെ നിരന്തരം അവരുടെ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു തണ്ടർബോൾട്ട് സംഘം. അവരാണ് ഇതാദ്യമായിട്ട്, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതാണ്, അവരാണ് ആദ്യമായിട്ട് ഇത് കാണുന്നത്. കാരണം രക്തപ്പാടുകൾ കാണുന്നു. ആ രക്തപ്പാടുകളെ പിന്തുടർന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു 100 മീറ്റർ അപ്പുറത്ത് ഇത്തരത്തിൽ രാധയുടെ മൃതദേഹം തലയില്ലാത്ത രൂപത്തിൽ, തല കടിച്ചു കൊണ്ടുപോയ രൂപത്തിൽ കാണപ്പെടുന്നത്. ആ സമയത്ത് തന്നെ ഇത് തൊട്ടപ്പുറത്തുള്ള ആളുകളെ, അതായത് പ്രദേശവാസികളെ, വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയെല്ലാം അറിയിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ ഇത്തരത്തിൽ രാധയെ കടിച്ചത് കടുവയാണ്, കാൽപ്പാടുകളടക്കം പരിശോധിച്ചതിന് ശേഷമാണ് രാധയെ ആക്രമിച്ചത് കടുവയാണെന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്.